ഷാർജയിൽ 1 വയസ്സുകാരി മകളെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി വിഭജികയുടെ കുടുംബം. വിഭജികയെ കൊലപ്പെടുത്തിയതെന്ന് അമ്മ. ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ആക്രമിച്ചിരുന്നു. മകൾ സഹിച്ചത് കൊടിയ പീഡനമെന്നും അമ്മയുടെ ആരോപണം. അതിനിടെ വിഭജികയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തെന്നും മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമാണെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശമുണ്ട്. ഇത് കൊല്ലത്തേ ഉള്ളു സാറേ. എനിക്കറിയാം അവൻ്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും. അതെനിക്ക് നല്ല ഉറപ്പാണ്. അവൻ്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണുകീറിയാൽ കണ്ടൂടാ. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ കുഞ്ഞും അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയാൽ അന്ന് അവൾ പ്രശ്നമാണ്. ഉടനെ അവനെ വിളിപ്പിക്കും. അവൻ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല, എൻ്റെ മോളുമായിട്ട് പോകരുത്. അതാണ് അവളെ വാശി. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഷാർജയിൽ നടന്ന ഒരു ദാരുണമായ കൊലപാതകത്തിൻ്റെ കഥകളാണ് ചുരുളഴിയുന്നത്. വിഭജികയുടെ അമ്മ പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. വിഭജികയെ ഭർത്താവിൻ്റെ വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ അമ്മ പറയുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. മനോജ്, കൂടുതൽ വിവരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും മൃതദേഹം ഷാർജയിലെ ഫ്ലാറ്റിൽ കണ്ടെത്തിയത്. അതായത് 1.25 വയസ്സുകാരിയായിട്ടുള്ള മകളും അതോടൊപ്പം ഈ വിഭജികയും മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തുന്നത്. തുടർന്നാണ് ഈ വിവരങ്ങളൊക്കെ പുറത്താക്കുന്നത്. അതായത് ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ പുറത്തായിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തു എന്നുള്ളതാണ് ഈ വിഭജിക ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ച് അത്തരത്തിലൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളതായും ഈ ഭർത്തൃ സഹോദരിയും അതോടൊപ്പം തന്നെ പിതാവും തന്നെ ക്രൂരമായി ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഈ വിഭജിക ഇതിലൂടെ പറയുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ കുടുംബവും ആരോപിക്കുന്നത്. കാരണം ഇതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ മരണത്തിന് ശേഷമാണ് ഇത് ഇത്ര ഗുരുതരമാണെന്ന് വീട്ടുകാർ തന്നെ അറിയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ ടൈമർ ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു, അതിനുശേഷം അത് ആരോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഈ അഭിഭാഷകൻ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ ഷാർജയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. 2020 ഈ വിഭജികയും നിതീഷും തമ്മിലുള്ള വിവാഹം നടന്നത്. അതിനുശേഷം ഈ ഷാർജയിലേക്ക് പോവുകയായിരുന്നു. കുഞ്ഞിന്റെ പേര് വൈഭവി എന്നാണ്. അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ഈ വീട്ടുകാർ നിരന്തരം ഉപദ്രവിച്ചു, ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചു. ഈ ഉപദ്രവിക്കുന്നതൊക്കെ തന്നെ കാരണം പറയുന്നത്, അതായത് കല്യാണം ആഡംബരമായി നടത്തിയില്ല, അതോടൊപ്പം സ്ത്രീധനം കുറഞ്ഞു പോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇതിനിടെ തന്നെ വിഭജികയുടെ ഓഡിയോ സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ താൻ പലതും സഹിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെ വിഭജിക അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ ഈ വിഭജികയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. എന്നിട്ടും ഭർത്താവ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൂ. അതോടൊപ്പം ഈ ഒരുപാട് കാശുള്ളവരോടൊപ്പം ജീവിക്കുന്നതിൽ പല ബുദ്ധിമുട്ടുമുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയ ആത്മഹത്യാക്കുറിപ്പിലും അതോടൊപ്പം തന്നെ ഓഡിയോ സന്ദേശങ്ങളിലും എല്ലാം വിഭജിക പറയുന്നുണ്ട്. എന്തായാലും ഈ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കുഞ്ഞിനെ ഉൾപ്പെടെ അവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം DGPക്കും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിക്കും എംബസിക്കും അടക്കം ഈ പരാതികൾ നൽകിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കണം. ഇതിൽ തന്നെ 1-ാം പ്രതി എന്ന് പറയുന്നത് ഭർത്താവും സഹോദരിയുമാണ് എന്നുള്ള കാര്യമാണ്. അതായത് ഭർത്താവിനൊപ്പം പുറത്തു പോകണമെങ്കിൽ വിഭജികയ്ക്ക് ഇവരുടെയൊക്കെ അനുവാദം വാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അത്തരത്തിൽ ഭർത്താവുമായി പുറത്തു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ഈ പരാതി തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത നിലയിലാണ് വിഭജിയെ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഷാർജയിലാണ് 1.25 വയസ്സുള്ള മകളെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വരുന്നു. വിഭജികയെ കൊലപ്പെടുത്തിയതെന്ന് അമ്മ പറയുന്നു. ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ആക്രമിച്ചിരുന്നു. മകൾ സഹിച്ചത് കൊടിയ പീഡനമെന്നും അമ്മയുടെ ആരോപണമുണ്ട്. അതിനിടെ വിഭജികയുടെ ആത്മഹത്യാ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും എം മനോജ്.